ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മർഹബ. ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഏകദേശം നമ്മൾ 1 ഇയർ അടുപ്പിച്ചായിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കൊല്ലം ബീച്ചിലോട്ടാണ്. ഈ കാണുന്ന ഒരു കടപ്പാക്കട മോസ്കാണ്, ജുമാ മസ്ജിദാണ്. അപ്പം നമ്മളിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിലോട്ടുള്ളൊരു കാഴ്ചകളാണ്. അതായത് ഇന്ന് ഗൾഫ് വ്ളോഗ്സ് ഒന്നും അല്ല, ഇന്ന് നമ്മളെ നാട്ടിലൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ കൊല്ലം ബീച്ചിലോട്ട് പോകുന്ന വഴികളാണ്, എല്ലാവർക്കും അറിയാം. അടിപൊളി ഒരു വീഡിയോ ആണിത്. എന്തായാലും എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഷെഫ് നൗഷാദിൻ്റെ മകളുടെ ഒരു കടയാണ്. അടിപൊളി കടയാണ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഗ്യാസിൻ്റെയൊക്കെ ഒരു ഷോർട്ട് കാരണമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും വരുന്നതാണ് ഈ ബീച്ചിൽ. എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട കിടിലൊരു വ്യൂ ആണ്. നമ്മളെ സൂര്യന് കാണാം. അങ്ങനെ ഒരു കിടിലൻ വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ വേറെ വലിയ രസമായിട്ടൊന്നും നമുക്കില്ല കേട്ടോ. ഇതാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ മൊത്തം ആൾക്കാർ തന്നെയാണ്. ഞായറാഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഫുള്ളാണ് കേട്ടോ. വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഇവിടേക്ക് ഇവർക്ക് കടയൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആയിരുന്നേനെ. പക്ഷേ കേരള ടൂറിസം അതൊന്നും ചെയ്യുന്നില്ല. അടിപൊളി ആയിരുന്നേനെ. കാരണം ഇപ്പോൾ നോക്കേ, അകപ്പാടുള്ള ഇങ്ങനത്തെ കുറേ കൊച്ചു കടകളാണ്. നമ്മളാ ഗൾഫിലെയൊക്കെ പോലെ അടിപൊളി കടകളായിരുന്നെങ്കിൽ ഇവിടെ അടിപൊളി ആയിരുന്നേനെ. ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ ഇതാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ. ഉണ്ടല്ലോ, ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരു പരുന്ത് കുടുങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഒരു പുള്ളി രക്ഷിക്കുകയാണ് ആ പുള്ളി. അപ്പം ഇവിടെ മൊത്തം കാക്കയും പരുന്തും കൂടിയുണ്ട്. അതായത് ആ പട്ടി കുരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പട്ടിക്ക് അതിനെ വേണം. അതുകൊണ്ടാണ് പട്ടി ആ പരുന്തിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുരയ്ക്കുന്നത്. നമ്മളെ പടി ഇറങ്ങാം. അവിടെയായിട്ട് കുറച്ച് വയ്യോരക്കടകൾ കാണാം. അപ്പോൾ ഞാൻ നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു കേട്ടോ ആ കാണുന്ന കടയിൽ നിന്ന്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു പാത്രത്തിന് ഏകദേശം 50 രൂപ കണ്ട കേട്ടോ റേറ്റ്. നല്ലൊരു ബസ് പോകുന്നുണ്ട്. ഈ പാർക്കൊക്കെ നല്ല വികസിപ്പിക്കാവുന്നൊരു സ്ഥലമാണ്. പണ്ടൊക്കെ ഇവിടെ ഗോസ്റ്റ് ഹൗസും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് വന്നവർക്കൊക്കെ അറിയാം. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ഇവരെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നല്ലൊരു ഏരിയ ആണ്. അവിടെ ആയിരുന്നു കേട്ടോ പണ്ട് ഗോസ്റ്റ് ഹൗസ്. ഇതോ അങ്ങോരൊന്നും എത്തൂല കണ്ട, അവിടെ ആയിരുന്നു ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി സംഭവങ്ങളായിരുന്നു. ഇപ്പം അതെല്ലാം കാട് കയറി കിടക്കുക. ഇതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആക്കിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എല്ലാ ടൂറിസ്റ്റുകാർക്കും അടിപൊളി ഒരു എൻജോയ്മെൻ്റ് ആയേനെ. പക്ഷേ അവരെന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. റെഡിയാകുമായിരിക്കും എന്നെങ്കിലും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അവിടെ 2 ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട് കേട്ടോ. ഒരെണ്ണം ഒരു സെഡവും കിടപ്പുണ്ട്. ബാക്കി ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. 2 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കൊല്ലം ബീച്ച് എന്തെങ്കിലും നന്നാവുമെന്നും പറഞ്ഞ് ഇപ്പം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതുകൂടി അപ്ഗ്രേഡൊക്കെ ആയാൽ നല്ലതെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നന്നാവുമെന്നും പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസുമായിട്ട് കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ നല്ല വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൊല്ലത്തെ ഏതെങ്കിലും സ്പോട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.